നമസ്കാരം. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ത്രയം എന്ന തുടർക്കഥയുടെ 18-ാം ഭാഗം. നർമ്മദ അവളുടെ അച്ഛൻ പറഞ്ഞത് മുഴുവൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു. പഴനിസ്വാമിയുടെ സംസാരത്തിൽ യാചനയുടെ സ്വരം അവൾക്ക് തോന്നി. അയാൾ ഒരിക്കലും അവളോട് ആജ്ഞ നൽകിയില്ല. രത്നാകർ എന്ന മധ്യവയസ്കന് വിവാഹം ചെയ്യാൻ പ്രേരണയും നൽകിയില്ല. എങ്കിലും അപ്പ അത് ആഗ്രഹിക്കുന്നത് പോലെ ആ സ്വരത്തിൽ നിന്നും നർമ്മദയ്ക്ക് തോന്നി. മകളുടെ ജീവിതത്തിൽ ചവിട്ടി ഒരിക്കലും അയാൾക്ക് പണക്കാരനാവണ്ട, പദവികളും വേണ്ട, രത്നാകർ പാരിതോഷികമായി നൽകുന്ന ഭൂമി വേണ്ട. മകളുടെയും ഭാര്യയുടെയും ജീവിതം തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. രണ്ടുപേരുടെയും ഓപ്പറേഷൻ കഴിഞ്ഞാൽ സാധാരണ ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ രണ്ടുപേർക്കും മടങ്ങിയെത്താം. പിന്നീട് ജോലി എടുത്തിട്ടായാലും ജീവിക്കാം. അതാണ് അയാളുടെ ഏറ്റവും വലിയ മോഹം. അപ്പ പറഞ്ഞു നിർത്തും വരെ അമ്മയും കൺമണിയും മൗനവുമായിരുന്നു. അവർക്ക് നർമ്മദയുടെ മുഖത്ത് നോക്കാൻ ശക്തിയില്ല. അപ്പയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് എന്താണ് പറയേണ്ടതെന്നറിയില്ല. നർമ്മദ എല്ലാവരുടെയും മുഖത്ത് നോക്കി മിണ്ടാതെ നിന്നു. അപ്പ അവളോട് അഭിപ്രായം ചോദിച്ചില്ല. അവളുടെ അഭിപ്രായം അവൾ പറഞ്ഞില്ല. വാക്കുകൾ തടഞ്ഞു നിൽക്കുന്നു. നർമ്മദ അവിടെ നിന്നും ഇറങ്ങി. ഒന്നും അവൾ ആരോടും പറഞ്ഞില്ല. പറയാൻ അവൾക്ക് വാക്കുകളില്ല. രത്നാകർ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് തങ്ങളെ സമീപിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും അവൾ കരുതിയിട്ടില്ല. അയാളെ ഓർക്കുമ്പോൾ നർമ്മദയ്ക്ക് ഇപ്പോൾ അറപ്പും വെറുപ്പും തോന്നി. അച്ഛൻ്റെ പ്രായമുള്ളൊരു മനുഷ്യൻ, തൻ്റെ വയസ്സിനടുത്ത് പ്രായമുള്ളൊരു മകളുണ്ട്. ആകെ ഇത്തിരി മനുഷ്യപ്പെട്ടുണ്ടെങ്കിൽ അത് ആ കുട്ടിക്കാണ്. എങ്ങനെയാണ് അയാൾ കീഴാളവർഗം എന്നടിച്ചമർത്തിയിട്ട് ഭരണമാലിന്യവുമായി കടന്നു വരാൻ കഴിയുന്നത്? ഒരു ജീവിതം നൽകുവാനുള്ള സന്മനസ്സല്ല, എല്ലാവരെയും ഒരേപോലെ ദർശിക്കാനുള്ള മനോവികാരം അദ്ദേഹത്തിനില്ല. പിന്നെ സ്വാർത്ഥ താല്പര്യമാവും. തൻ്റെ പ്രായത്തോടും ശരീരത്തോടുമുള്ള ആസക്തി നിറഞ്ഞ മനസ്സാണ് ഇതിനു പിറകിൽ. അന്ധവിശ്വാസത്തിൻ്റെ മുറുക്കിപ്പിടുത്തവും. അപ്പയും അമ്മയും അത് ആഗ്രഹിക്കുന്നത് പോലെ തോന്നി അവൾക്ക്. വരുന്ന വഴി അശ്രദ്ധയോടെയാണ് അവൾ സൈക്കിൾ ചവിട്ടിയത്. അപ്പയുടെ വാക്കുകളും ആ മുഖവും, അമ്മയുടെ തല താഴ്ത്തിയുള്ള ഉത്തരം മുട്ടിയുള്ള ഇരിപ്പും, കൺമണിയുടെ ദയനീയത നിറഞ്ഞ മുഖവും, ഈ മുഖങ്ങളിലെല്ലാം ജീവിക്കുവാനുള്ള കൊതിയാണ് താൻ കണ്ടത്. അവൾ മുന്നോട്ട് ആഞ്ഞു ചവിട്ടി. വീടെത്തുമ്പോൾ ഉമ്മറത്തിണയിൽ കാത്തിരിക്കുന്ന അനുജത്തിയെ കണ്ടു. പതിവില്ലാത്ത വിധം വാടിയിരിക്കുന്ന ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി അവൾ അങ്കലാപ്പോടെ ചോദിച്ചു, ഡോക്ടറും എല്ലാം പറഞ്ഞോ? ഇല്ല, എപ്പോഴും പറയണത് തന്നെ. വയ്യ ചേച്ചിക്ക്, മുഖം എന്തോ പോലെ ഉണ്ടല്ലോ. ആ വയ്യ. നർമ്മദ അകത്തേക്ക് ചെന്ന് ക്ഷീണത്തോടെ ഇരുന്നു. വീണ്ടും വന്ന അനുജത്തി അവളോട് വിവരം തിരക്കി. ഒന്നുമില്ലെന്ന് പറഞ്ഞാലും ഈ മുഖം കണ്ടിട്ട് എനിക്ക് വിശ്വാസം പോരാ ചേച്ചി. ഉണ്ട്, ഒരു കാര്യമുണ്ട്, പറയാതെ ഇരുന്നിട്ട് ഇപ്പം എന്തിനാ? നർമ്മദ എല്ലാം അവളോട് അറിയിച്ചു. അയ്യേ, അങ്ങേർക്ക് പ്രാന്ത്. വയസ്സാം കാലത്തെ പൂതി കണ്ടാൽ മതി. ചേച്ചിക്ക് ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെ പോലെ ഒരാളെ? നർമ്മദ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പ്രതികരിച്ചത് ദേഷ്യത്തോടെ തന്നെയായിരുന്നു. ചിന്തിക്കാൻ കഴിയില്ല. അവൾ തലയാട്ടി. ഒന്നും പറയാൻ വയ്യ. മനസ്സ് കലുഷിതം. ജീവിതങ്ങൾ അവളുടെ മുന്നിൽ കൈനീട്ടി യാചിക്കുന്നു. ഉച്ചോർക്ക് നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ സ്വന്തം ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ കണ്ടില്ലെന്ന് വെക്കണം. തന്നെ ജീവനോളം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചെയ്യാൻ കിട്ടുന്ന ഒരു ഭാഗ്യമാണ് കയ്യിൽ വന്നിരിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവനെക്കുറിച്ച് ഓർത്തപ്പോൾ. ആരും അറിയാതെ താൻ സ്നേഹിച്ച തൻ്റെ നിധി അവനിതറിയുമ്പോൾ. അപ്പോൾ ത്രയം എന്ന തുടർക്കഥയുടെ 18-ാം ഭാഗം ഇവിടെ പൂർത്തിയായി. എല്ലാവർക്കും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ത്രയത്തിൻ്റെ 19-ാം ഭാഗമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.